ഒരു കളിപ്പാട്ട കാറിൽ നിന്നുള്ള അലാറം ഉച്ചത്തിൽ മുഴക്കി. പട്ടാളക്കാർ തന്ത്രപൂർവ്വം രാക്ഷസന്മാരെ തങ്ങളുടെ അടുത്തേക്ക് ആകർഷിച്ചു. ശബ്ദം കേട്ട് നിമിഷനേരം കൊണ്ട് നിരവധി രാക്ഷസന്മാർ അവിടേക്ക് ഇഴഞ്ഞെത്തി അവരെ വളഞ്ഞു. ഭയമുണ്ടായിരുന്നെങ്കിലും ക്യാപ്റ്റന്റെ മികച്ച നേതൃത്വത്തിൽ പട്ടാളക്കാർ ധീരമായി പോരാടി അസംഖ്യം രാക്ഷസന്മാരെ കൊന്നൊടുക്കി. എന്നാൽ വെടിവെപ്പ് കനത്തതോടെ അവരുടെ കൈവശമുള്ള വെടിയുണ്ടകൾ പെട്ടെന്ന് തീർന്നു തുടങ്ങി. പെട്ടെന്ന് മുമ്പുള്ളതിനേക്കാൾ വലിയ വേഗതയിൽ പാഞ്ഞെടുത്ത ഒരു രാക്ഷസനെ ക്യാപ്റ്റൻ അതിവിദഗ്ധമായി ഒരു കാറിന് മുകളിൽ കയറി വെടിവെച്ചു കൊന്നു. എന്നാൽ അടുത്ത നിമിഷം റഡാറിൽ അവർ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. ദശലക്ഷക്കണക്കിന് രാക്ഷസന്മാർ തങ്ങൾക്ക് നേരെ വരുന്നു. ഈ വലിയ കൂട്ടത്തെ നേരിടാൻ അവർ അടുത്തുള്ളൊരു വലിയ കെട്ടിടത്തിലേക്ക് മാറുകയും അവിടെ ധാരാളം ബോംബുകൾ സ്ഥാപിക്കുകയും ചെയ്തു. വണ്ടികൾ തല്ലിത്തകർത്തുണ്ടാക്കിയ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേട്ട് രാക്ഷസന്മാർ കെട്ടിടത്തിലേക്ക് ഇരച്ചുകയറി. ഒരു ഭീമാകാരനായ രാക്ഷസൻ നഗരത്തിലെ മറ്റ് രാക്ഷസന്മാരെയും അവിടേക്ക് വിളിച്ചു വരുത്തുന്നത് കണ്ടപ്പോൾ കൂടുതൽ ബോംബുകൾ സ്ഥാപിക്കാൻ ക്യാപ്റ്റൻ വീണ്ടും കെട്ടിടത്തിലേക്ക് മടങ്ങി. എന്നാൽ അപ്പോഴേക്കും രാക്ഷസന്മാർ അദ്ദേഹത്തിന്റെ പുറത്തേക്കുള്ള വഴി പൂർണ്ണമായും തടഞ്ഞിരുന്നു. നഗരത്തെ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഒന്നാം നിലയിലെ വാതിൽ അടച്ചുപൂട്ടാൻ പുറത്തുള്ള സഹപ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകി. അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം വൈസ് ക്യാപ്റ്റൻ വിറയ്ക്കുന്ന കൈകളോടെ ബോംബുകൾ പൊട്ടിച്ചു. നഗരത്തെയും ജനങ്ങളെയും രക്ഷിക്കാനായി ഉണ്ടായ ആ വലിയ പൊട്ടിത്തെറിയിൽ ഭയാനകരായ രാക്ഷസന്മാർക്കൊപ്പം ആ ധീരനായ ക്യാപ്റ്റനും അഗ്നിജ്വാലകളിൽ എരിഞ്ഞടങ്ങി.